ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നല്ല വിശ്വാസമുള്ളവരായിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പരം നല്ല വിശ്വാസവും സ്നേഹവും കരുതലുമൊക്കെ കൂടുതലുണ്ടായിരുന്ന വ്യക്തികളാണ് അല്ലേ? അതാണ് നമുക്കിവിടെ ആദ്യത്തെ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് അഭിനിവേശവും ആഹ്ലാദവും സന്തോഷമൊക്കെ കുറച്ച് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടെന്താണെന്നും അറിയില്ല, തീപ്പൊരി പോലെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ വിള്ളൽ വന്നിട്ടുള്ളത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഗുരുതരമായ പ്രശ്നമല്ല, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ ഇന്ന് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പങ്കാളിയോട് തിരിച്ചു വരൂ എന്നാണ് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾ വേദനിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വേദനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ശ്രമിക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിന്നും ഓവർകം ചെയ്ത് പോകാൻ കഴിയൂ എന്നാണ്. നിങ്ങൾക്ക് ഇതിൽ അവസരങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ അവസരങ്ങളെ നിങ്ങൾ ബുദ്ധിപൂർവം വിനിയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കുമെന്നാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരുമെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ ബന്ധത്തിൽ ആയാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കണമെന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യവും നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒട്ടും തന്നെ സന്തുഷ്ടരല്ല, അല്ലെങ്കിൽ സന്തോഷത്തിലല്ല. നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും തിരിച്ച് കരകയറാൻ കഴിയുമോ എന്നുള്ള ശക്തി എനിക്ക് തരണം ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും അധികം നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏത് വഴി സഞ്ചരിക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെങ്കിൽ എനിക്കിവിടെ പറയാൻ തോന്നുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ചിന്തകൾ, മോശം ചിന്തകൾക്ക് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിക്കവറാകാൻ കഴിയുമെന്നാണ്. വളരെ മോശമായിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കുന്നു, അതിരറ്റ് സ്നേഹിക്കുന്നു. അവരാണ് നിങ്ങളുടെ ലോകമെന്ന് ചിന്തിച്ച് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുമായി വേർപിരിയാൻ നിങ്ങൾ മാനസികമായോ ശാരീരികമായോ തയ്യാറായിട്ടുള്ളൊരു സമയമായിരുന്നില്ല. നിങ്ങൾക്ക് നല്ല മാനസിക ഉല്ലാസവും നല്ല ഊർജവും കിട്ടിയ സമയമായിരുന്നു. ഇപ്പോൾ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതൊരു വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരിക്കലേ ഉള്ളൂ.
അപ്പോൾ അത് നമ്മൾ അങ്ങനെ ജീവശവം പോലെ ജീവിക്കാനോ അങ്ങനെ ഇരിക്കേണ്ടവരല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാതെ വിട്ടിട്ട് പോയവർ മനസ്സിലാക്കി വരുന്നവർ വരട്ടെ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ സ്വയമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ മറ്റൊരാളുടെ തീരുമാനത്തിനല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ വന്നു, ആത്മാർത്ഥമായി സ്നേഹിച്ചു, നിങ്ങൾ കുറച്ച് സ്നേഹം തന്നു, നിങ്ങൾക്ക് സന്തോഷം തന്നു. അതൊക്കെ നമുക്ക് ആദ്യ നാളുകളിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ്. ആദ്യം നമ്മൾ ഈ പ്രണയത്തിലേക്ക് ആവുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കില്ല. ചിലർക്ക് അവരാഗ്രഹിച്ച ഒരു പാർട്ട്ണറെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ചിലർക്ക് അവരാഗ്രഹിക്കുന്ന പാർട്ട്ണറായിരിക്കില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ബന്ധത്തിൽ പെട്ട് പോകുന്നതാണ്. പിന്നെ നിങ്ങളങ്ങ് ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിൽ ലയിച്ച് പോകുന്നവരായിരിക്കും. പക്ഷെ പിന്നീടുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യത്തെ മനോഹാരിത ഒന്നിനും കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ സ്വയം തിരിച്ചറിയുക. എവിടെയാണ് നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തിരുത്തൂ. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് പ്രശ്നങ്ങൾ വഷളാക്കാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഈ ഒറ്റപ്പെട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, അത് കുറച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. അപ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. അത് നിങ്ങളുടെ മോശമായ ചിന്തകൾ കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ കാണണം, നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ആ മനസ്സിനെ വേദനിപ്പിക്കാതെ നല്ല ചിന്തകൾ കൊടുത്ത് നിങ്ങളെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പ്രോബ്ലം സോൾവായി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്ര ഡെവലപ്പായി? അല്ല എങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ പോകുന്നു? ഇതിലൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറായി വരാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തകൾ മൊത്തം മറക്കൂ. അതായത് നിങ്ങൾ ആ പാർട്ട്ണറെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കും. നിങ്ങളത് വിട്ടുവയ്ക്കൂ. അല്പം ഒന്ന് അതിനൊരു ബ്രേക്ക് കൊടുക്കൂ. ആ ചിന്തകൾക്കൊരു ബ്രേക്ക് കൊടുക്കൂ. ആ നെഗറ്റീവ് പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ചിന്തകളിൽ നിന്ന് മാറ്റിവെക്കൂ. നിങ്ങൾ നെഗറ്റീവ് എല്ലാം മാറ്റി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹാനുഭൂതി കിട്ടുന്ന രീതിയിലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്കൊന്നും താങ്ങാൻ കഴിയുന്ന ഒരു മനധൈര്യം നിങ്ങൾക്കില്ല എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സെൻസിറ്റീവായ ആളാണ്. മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഈ ടൈമിൽ നിങ്ങൾ പലരോടും ചിലപ്പോൾ പൗരുഷമായി പെരുമാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി പല ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അകലേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പങ്കാളിയെക്കുറിച്ചാണ്. ആ പങ്കാളി എന്താണ് ഇങ്ങനെ എന്നൊക്കെ കുറച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് അതിയായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, കാരണം നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചാണെങ്കിൽ നല്ല വിശ്വസ്തൻ, സത്യസന്ധതയൊക്കെ ഉള്ള ആളായിരുന്നു, വിശ്വസിക്കാവുന്ന ആളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ നിങ്ങളോ അതുപോലെ നിങ്ങളെ വിശ്വസിക്കാനും സത്യസന്ധതയുള്ള ആൾക്കാരെയാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ അതിൻ്റെ വില അറിയാതെയാണ് അവർ നിങ്ങളോട് ഈ രീതിയിൽ പെരുമാറിയിരിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അവർ നിങ്ങളോട് സത്യസന്ധമായി തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവരോടും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വേർപിരിയൽ കൊണ്ട് നിങ്ങളുടെ പങ്കാളി തീർച്ചയായും ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെത്തേണ്ട സ്ഥാനത്തെത്തുക, അത് തന്നെ വേണമെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.
അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത്, കരിയറാണെങ്കിൽ കരിയർ, നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണോ ആ രീതിയിൽ നിങ്ങൾ ടോപ്പിലെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ തീർച്ചയായും ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്തു തന്നെ ആയാലും ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട്, നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് അവർക്ക് അസൂയയുണ്ടാവട്ടെ, ആ അസൂയയോടെ അവർ തിരിച്ചു വരട്ടെ എന്നാണ്. ആ നഷ്ടപ്പെട്ടതിൻ്റെ വില അവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ മാനസിക നില തെറ്റും, അവരസ്വസ്ഥതരാകും, അവർക്ക് അസ്വസ്ഥത കൂടും, അവരുടെ ക്ഷമയും നശിക്കുമെന്നുള്ളതാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. പിന്നെ അവർക്ക് കാത്തിരിക്കാൻ അവർ തയ്യാറാവില്ല. അവർ വേഗം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കൂടുതൽ എന്നുള്ളതായിട്ടാണ്. നിങ്ങളുടെ ഈ ബന്ധം ഒന്നുകൂടെ പ്രവർത്തനക്ഷമമാകാൻ മാക്സിമം അവർ ട്രൈ ചെയ്യുമെന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇവിടെയെല്ലാം എനിക്ക് പറയാൻ കഴിയുന്നത്, ഇവിടെയെല്ലാം എനിക്ക് മനസ്സിലാവുന്നത്, ഇവിടെയെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇപ്പോൾ ഈ ഒരു ബന്ധം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊരു വാതിൽ തുറന്നു കൊടുക്കാവുന്നതാണെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പോകാവുന്നതാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. എങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ സമയം ചിലവഴിക്കേണ്ടതില്ല. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് നടത്താനുള്ള സമയമാണ്, നിങ്ങൾക്ക് നല്ല സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ല സമയം വരാനുള്ള സാധ്യത, കാരണം ഒരുപാട് കഷ്ടപ്പെടും, സുഖവും ദുഃഖവും ഒരുപോലെ ഉണ്ടെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ദുഃഖമുണ്ടായാലൊരു സുഖത്തിനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധത്തെ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും അവർ നിങ്ങളടുത്ത് തന്നെ വരും. ഇല്ല നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല, അവർ വേണ്ട, ഇത്രയുമൊക്കെ എന്നോട് കാണിച്ച ആ വ്യക്തി എൻ്റെ ലൈഫിൽ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങളത് വിട്ടേക്കുക. നിങ്ങളുടേതായ കരിയർ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ നല്ല ഒരു പാർട്ട്ണറെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നത്. അല്ല അവർ തിരിച്ച് വരണമെന്നാണെന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് തുറന്നു വരുന്നതാണ്. ആ സാഹചര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധം തുടർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പങ്കാളിക്കുള്ളത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോടൊരു വിശ്വാസം തോന്നുന്നു, നിങ്ങളോട് സത്യസന്ധതയും വിശ്വാസത്തോടും കൂടിയും പെരുമാറണമെന്ന് അവർ ഹൃദയത്തിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടുള്ള പഴയ വികാരങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അവർ നിങ്ങളിലേക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ മനസ്സിലുണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ മനസ്സിലൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. കാരണം യൂണിവേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ അവർ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുകയാണ്, ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ. കാര്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവരെ മാനസികമായി ഭയങ്കരമായി സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് ഇത്രയും വേഗം നിങ്ങളടുത്ത് വരാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് വരുമ്പോൾ നിങ്ങൾ മോശമായാണ് പെരുമാറുന്നതെങ്കിൽ അവരെ അത് അകറ്റാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ യൂണിവേഴ്സ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അവരിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഏകാന്തമായി പോയി, എനിക്കാരുമില്ല എന്ന തോന്നലിൽ അല്ലെങ്കിൽ ആ ഒരു ഭയം അവരെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നു. അവർ ഏകാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു എന്നാണ്. മറ്റൊന്നിനും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടുത്തെ അവസാനത്തെ സ്പ്രെഡുകൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്.
കാരണം അവർ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ തമ്മിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്. അവരതിവിടെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വേറൊന്ന് സൂചിപ്പിക്കുന്നതെന്നാൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് പോകണമെന്നാണ്. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ആത്മാർത്ഥമായ സത്യസന്ധതയും തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധവുമായിട്ട് തുടർന്ന് പോകണമെന്നാണ്. നിങ്ങൾക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കത് തുടങ്ങാവുന്നതുമാണ്. ഇവിടെ നല്ല സാഹചര്യമെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെരുമാറാനും നിങ്ങൾക്ക് ക്ഷമിക്കാനും ഈ പ്രോബ്ലങ്ങളെല്ലാം നിങ്ങൾക്ക് അകറ്റി നിർത്താമെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അവർ മാനസികമായി ശാരീരികമായി ഒരു ആഹ്ലാദവും നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങൾക്ക് തുടരേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മാത്രം കൈകളിലാണ്. ഇന്നത്തെ സ്പ്രെഡുകളെല്ലാം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. നിങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇവിടെ ഇന്നത്തെ സ്പ്രെഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്. നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഈ പ്രോബ്ലത്തിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറി വരുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം ഇത് തന്നെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണോ. കാരണം യൂണിവേഴ്സ് രണ്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇല്ല താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ വെച്ച് അത് ക്ലോസ് ചെയ്യാമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ മാക്സിമം റീഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബൈ. ഇത് റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.